പ്രവീൺ മാഷ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ യാത്ര കാമാഖ്യയിലേക്കാണ്. ഗുവാഹത്തിയിൽ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കാമാഖ്യയിൽ എത്തിച്ചേരാൻ കഴിയും. കാമദേവനാൽ മോക്ഷം ലഭിച്ച കാമരൂപ കാമാഖ്യ. നീലാചന പർവ്വത താഴ്വരയിൽ ഞാൻ എത്തിച്ചേർന്നു. കുറച്ചു ദൂരം കാൽനടയായി നടന്നാൽ ദേവി സന്നിധിയിൽ എത്തിച്ചേരാം. ദേവിക്കിഷ്ടം ചുവപ്പാണ്. എവിടെ നോക്കിയാലും ചുവന്ന നിറത്തിൽ ഷാളുകളും ചുവന്ന പൂക്കളും കാണാം. പടവുകൾ കയറിയാൽ ഒരുപാട് കെട്ടിടങ്ങൾ കഴിഞ്ഞാൽ നാം എത്തിച്ചേരുന്നത് വലിയൊരു വൃക്ഷത്തണലിന്റെ അടുത്താണ്. നല്ല തിരക്കുണ്ട്. വലിയ ക്യൂ കടന്ന് മുന്നോട്ട് നടന്നു. നമ്മെ എപ്പോഴും വൈകാരികമാക്കുന്ന ഊർജ പ്രവാഹമാണ് ആ അമ്മ. ആ അമ്മയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആസാം സംസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു ശക്തിപീഠങ്ങളിൽ ഒന്നാണ് കാമാഖ്യ ദേവി ക്ഷേത്രം. ആദിപരാശക്തിയായ സതിയുടെ ശരീരപിണ്ഡങ്ങളുടെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭഗവതി ക്ഷേത്രങ്ങളാണ് ശക്തിപീഠങ്ങൾ. സതീദേവിയുടെ മൃതശരീരം സുദർശന ചക്രത്താൽ ഖണ്ഡിക്കപ്പെടുകയും അവ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ പതിക്കുകയും ചെയ്തു. 4 ആദിശക്തി പീഠങ്ങളാണുള്ളത്. അതിലൊരു ശക്തിപീഠമാണ് കാമാഖ്യ ശക്തിപീഠം. ലോകത്താകെ 108 ശക്തിപീഠങ്ങൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. ഇന്ത്യക്ക് പുറമെ ചൈന, ശ്രീലങ്ക, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലും ശക്തിപീഠങ്ങളുണ്ട്. ഏറ്റവും പഴക്കമുള്ള താന്ത്രിക വിധികളാൽ പരിപാലിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. കുലാചാര തന്ത്രമാർഗമാണ് പൂജാവിധി ക്രമങ്ങൾക്ക് പറയുന്നത്. പ്രധാനപ്പെട്ട ഉത്സവം വർഷത്തിലുള്ള അംബുബാച്ചി മേളയാണ്. വർഷത്തിൽ ഒരു തവണയാണ് ദേവിക്ക് ആർത്തവം വരുന്നത്. ആ ദേവിയുടെ ആർത്തവ നാളുകളിലാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. 8-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പുരാതന കാലത്ത് ഒരു പ്രാദേശിക ദേവീക്ഷേത്രം മാത്രമായിരുന്നു ഇത്. പ്രകൃതി ദത്തമായ കല്ലിൽ സ്ഥാപിച്ചിരിക്കുന്ന ആനിക്കോണിക് യോനിയാണ് ഇവിടെ ആരാധിക്കപ്പെടുന്നത്. കാമരൂപയിലെ മ്ലേച്ഛ രാജവംശമാണ് പുരാതന കാലത്ത് ഈ ക്ഷേത്രം സംരക്ഷിച്ചിരുന്നത്. കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധുമാവതി, ബഗ്ലാമുഖി, മാതൻകി, കമലാത്മിക എന്നീ 10 മഹാവിദ്യകൾക്കായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്ര സമുച്ചയമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭഗവതി ക്ഷേത്രവും ഹൈന്ദവ ശാക്തേയ തീർത്ഥാടന കേന്ദ്രവുമാണ് കാമാഖ്യ ദേവി ക്ഷേത്രം. അതിമനോഹരമായ ഒരു പ്രകൃതിയുടെ വാസസ്ഥലിയിലാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്. ആസാം ജനതയുടെ
കുലദൈവമായി കാമാഖ്യ ദേവി ആരാധിക്കപ്പെടുന്നു. കാമാഖ്യ എന്നാൽ സർവ അഭീഷ്ടങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഭഗവതി എന്നാണ് അർത്ഥം. മാതൃത്വത്തിന്റെ ശക്തിയുടെ പ്രതീകമാണ് ദേവി. അതുപ്രകാരം ലോകമാതാവായ ആദി പരാശക്തിയിൽ നിന്നാണ് സകല സൃഷ്ടിയും ഉണ്ടായത്. യോനീപീഠത്തിൽ ദശമഹാവിദ്യകൾ കുടികൊള്ളുന്നു എന്നാണ് താന്ത്രിക സങ്കല്പം. ആർത്തവം ഭഗവതിയുടെ ചൈതന്യം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്ന പവിത്രമായ പ്രക്രിയയായി താന്ത്രികർ അതിനെ കാണുന്നു. ഇതിൻ്റെ പ്രതീകമായ ആരാധനാക്രമങ്ങളാണ് കാമാഖ്യ ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. ആഗ്രഹ സാഫല്യത്തിനും രോഗശമനത്തിനും, പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ആർത്തവ സംബന്ധമായ ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കും അനപത്യതാ ദുഃഖത്തിനും മഹാമാരിയിൽ നിന്നും രക്ഷയ്ക്കും ഭക്തർ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്താറുണ്ട്. ക്ഷേത്രത്തിൽ മൃഗബലികൾ ഉണ്ട്. ആടിനെയാണ് പ്രധാനമായിട്ടും അവിടെ ബലി അർപ്പിക്കപ്പെടുന്നത്. അത് ബലി അർപ്പിക്കാൻ ഒരു പ്രത്യേക സ്ഥലം അവിടെ നീക്കി വച്ചിട്ടുണ്ട്. അത് ക്ഷേത്രത്തിലെ ദേവിയുടെ ആ ബിംബം നിലനിൽക്കുന്ന ആ മന്ദിരത്തിന്റെ നേരെ പുറത്തായിട്ടാണ് ഈ ബലി നടത്തുന്ന സ്ഥലം നിലനിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് കാമാഖ്യ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.